ബംഗാൾ ജനതയുടെ ഒരു വോട്ട് ബംഗാളിനെ ഏത് രീതിയിൽ മാറ്റിയിരിക്കുന്നു എന്ന് നിങ്ങൾ കാണുക. ബംഗാളിൽ ഇപ്പോൾ പലസ്തീൻ പതാകയ്ക്ക് സ്ഥാനമില്ല എന്നുള്ളതാണ്. പലസ്തീൻ പതാക എവിടെയെങ്കിലും ഉയർത്തിക്കഴിഞ്ഞാൽ സുവേന്ദു അധികാരി നിങ്ങളെ നോട്ടമിടും. പിന്നീട് അത് സുഡാപ്പികളുടെ ഭാഷയിൽ പറഞ്ഞാൽ സുവേന്ദു അധികാരിയുടെ ഭീകരതയാണ് പിന്നെ കാണാനായി പോകുന്നത് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. മിലാദ് ഉൻ നബി ഘോഷയാത്രക്കിടെ ഫലസ്തീൻ പതാകയുമായി ഒരാൾ പിടിയിലായി എന്നുള്ളതാണ് ബംഗാളിൽ നിന്നുള്ള പുതിയ റിപ്പോർട്ട്. നബിദിന യാത്രയ്ക്ക് എന്തിനാണ് ഫലസ്തീൻ പതാക, ഒരു രാഷ്ട്രീയ ചായ്വ് എന്തിനാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും മിലാദ് ഉൻ നബി ഘോഷയാത്രക്കിടെ ഫലസ്തീൻ പതാകയുമായി ഒരാൾ പിടിയിലായി. ബംഗാൾ പോലീസ് ആ പതാക പിടിച്ചെടുത്ത് FIR രജിസ്റ്റർ ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ബംഗാളിൽ ഒരിടത്തും അനധികൃത വിദേശ പതാകകൾ പ്രദർശിപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തുക്കടെ ഗ്യാങ്ങിൽ നിന്ന് ലഭിച്ച വലിയൊരു തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്ത്യയുടെ പതാക മതി, ഫലസ്തീൻ്റെ പതാക വേണ്ട എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇന്ത്യയുടെ പതാക ആദ്യം കയ്യിൽ പിടിക്കുക, പിന്നീട് മതി ഫലസ്തീൻ്റെ പതാക. ഇതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ പരക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ദൃശ്യങ്ങൾ. ആ പതാക പിടിച്ചെടുത്ത ശേഷം പോലീസ് ആ വ്യക്തിക്കെതിരെ കേസ് എടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഈ വിഷ്വൽസ് ഇപ്പോൾ വളരെ വലിയ രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഇന്ത്യൻ പതാകയുടെ കൂടെ ഫലസ്തീൻ പതാകയും കൂടെ ചേർത്ത് വെച്ചാണ് വലിയ രീതിയിൽ ഇവർ പ്രദർശിപ്പിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.